അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, അള്ളാഹു പ്രത്യേക ബഹുമതി നൽകിയ 4 പുണ്യമാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. പുതുഹിജറ വർഷത്തിൻ്റെ തുടക്കമാണ് ഈ മാസം. ഒരു മുസ്ലിമിൻ്റെ ആത്മീയ ജീവിതം പുതുക്കാനുള്ള മികച്ച അവസരമാണ്. ഈ പുണ്യമാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി നേടാനും പ്രതിഫലം വർദ്ധിക്കാനും നമുക്ക് ചെയ്യാവുന്ന ചില മഹത്തായ അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇന്ന് മുഹറം മാസത്തിലെ ചെയ്യേണ്ട 7 മഹത്തായ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈ പുണ്യമാസത്തെ അർത്ഥവത്താക്കാനും സാധിക്കും എന്നതാണ്. ഇൻഷാ അല്ലാഹ്, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മുഹറം മാസത്തിൽ ചെയ്യേണ്ട 7 മഹത്തായ കാര്യങ്ങളിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ആശുറ നോമ്പ് നോൽക്കുക എന്നതാണ്. മുഹറം മാസത്തിലെ 10-ാം ദിവസമാണ് ആശുറ ദിനത്തിലെ നോമ്പ് നോൽക്കുന്നത്. വളരെ മഹത്തായ സുന്നത്താണ്. 9 ദിവസമോ 11 ദിവസമോ കൂടി ചേർന്ന് നിൽക്കുന്നതും ശ്രേഷ്ഠമാണ്. മുൻ വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമാകുന്നു എന്ന് ഹദീസുകളിൽ കാണാം. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമായി ചൊല്ലുക. ഇസ്തിഗ്ഫാർ പാപമോചനത്തിനും ഹൃദയശുദ്ധിക്കും ഉപജീവനത്തിലെ ബറക്കത്തിനും കാരണമാകുന്നു എന്നതാണ്. മുഹറം പോലെയുള്ള പുണ്യമാസങ്ങളിൽ ഇത് കൂടുതലായി പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും ഖുർആൻ ഓതുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ വചനവുമായി കൂടുതൽ അടുക്കുവാനുള്ള മികച്ച സമയമാണ് മുഹറം മാസം. നാലാമത്തത് ദുആകൾ അധികരിപ്പിക്കുക എന്നതാണ്. സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയത്തോടെ തിരിയാനുള്ള അവസരമാണ് ഈ പുണ്യമാസം അഥവാ മുഹറം മാസം. 5. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും കാരുണ്യവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാനും അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളും ഉണ്ട് സ്വലാത്ത് കാരണമായിട്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് എപ്പോഴും നാം ചൊല്ലാനായിട്ട് ശ്രമിക്കണം. ആറാമത്തത് സ്വതക്ക നൽകുക എന്നതാണ്. ചെറിയ തുകയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുകയോ വിശക്കുന്നവന് ഭക്ഷണം നൽകുകയോ ചെയ്യുന്നത് വലിയ പ്രതിഫലമുള്ള അമലു തന്നെയാണ്. ഏഴാമത്തതെന്ന് പറയുന്നത് തൗബ ചെയ്ത് ജീവിതം പുതുക്കുക എന്നതാണ്. കഴിഞ്ഞു പോയ തെറ്റുകൾ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. മുഹറം പുതിയ ഹിജറ വർഷത്തിൻ്റെ തുടക്കത്തിനാൽ ആത്മീയമായി ഒരു പുതിയ തുടക്കത്തിന് ഇത് നല്ല അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് റബ്ബിനോട് കരഞ്ഞ ദുആ ചെയ്ത് നല്ലൊരു പുതിയ മാസത്തിലേക്ക് നമുക്ക് വരവേൽക്കാം. ഇങ്ങനെ തുടങ്ങി 7 കാര്യങ്ങളാണ് മുഹറം മാസത്തിൽ ചെയ്യേണ്ടത്. മുഹറം മാസം അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ്. ഈ മാസം വെറുതെ കളയാതെ ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തു വച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്, ദുആ വസിയത്തോടെ.